കർത്താവിന് മുഹൂർത്തം ഒരിക്കൽ കൂടി ചെറിയ ഒരു ലൈവ് വീഡിയോയുമായി നിങ്ങളെ സമീപിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു വ്യക്തി വീണ്ടും ജന്മം പ്രാപിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ എന്തൊക്കെയാണെന്ന് പല ആളുകൾ പല പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഹൗ ക്യാൻ എ പേഴ്സൺ നോ that he is really born again? ഒരു വ്യക്തി ശരിയായി വീണ്ടും ജന്മം പ്രാപിച്ച ആളാണെന്ന് എങ്ങനെ ഒരാൾക്ക് അറിയാനായിട്ട് സാധിക്കും? യോഹന്നാൻ തന്റെ ലേഖനത്തിൽ, യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ ഒരു വീണ്ടും ജനിച്ച ദൈവപൈതലിന്റെ വീണ്ടും ജനനത്തിന്റെ തെളിവുകൾ എന്തൊക്കെയാണെന്ന് വളരെ പരിമിതമായ വാക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് സൂചിപ്പിക്കാനാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: ഇഫ് എനി മാൻ ബി ഇൻ ക്രൈസ്റ്റ് ജീസസ് ഹി ഈസ് എ ന്യൂ ക്രിയേഷൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരു വ്യക്തി കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിന് ഒരു വലിയ പരിവർത്തനം ഉണ്ടാകുന്നു. അതോടെ അവന് പുതു സൃഷ്ടിയായി മാറ്റപ്പെടുന്നു. നമ്മൾ സാധാരണ പറയും, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട അതേ ഐഡന്റിറ്റിയാണ് ഇപ്പോഴും കാണുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ പുതു സൃഷ്ടി എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുക? അതിലേക്ക് 6 തെളിവുകൾ ഞാൻ ഇവിടെ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ 5 തെളിവുകളും യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നിന്നും, ഒരെണ്ണം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നിന്നുമാണ്. 1, വീണ്ടും ജനിച്ച ഒരു വ്യക്തി യഥാർത്ഥമായി വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നുള്ളതിലേക്ക് യോഹന്നാൻ നൽകുന്ന വ്യക്തമായ 5 തെളിവുകൾ. നമ്പർ 1, ഇറ്റ് ഡസ് നോട്ട് കണ്ടിന്യൂ ഇൻ സിൻ. അതായത് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപത്തിൽ തുടരുന്നില്ല. അവിടെ മലയാളം ബൈബിളിൽ പാപം ചെയ്യുന്നില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഇറ്റ്സ് എ ട്രാൻസ്ലേഷണൽ മിസ്റ്റേക്ക്. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷവും വാക്കിനാലോ ക്രിയയാലോ ചിന്തയിലോ ഒക്കെ ഒരുപാട് തെറ്റുകൾ, പാപങ്ങൾ വന്ന് സംഭവിക്കാറുണ്ട്. അപ്പൊ അതല്ല അതിന്റെ ആപ്റ്റായ ട്രാൻസ്ലേഷൻ. അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപത്തിൽ തുടരുന്നില്ല എന്നാണ്. ഞാൻ പലവരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ വീണ്ടും അതിശക്തമായി ദൈവ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദൽ പാപം ചെയ്തുകൂടാ എന്നില്ല. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഈ ഭൂമിയിലില്ല എന്ന് ശലോമോനും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശരിയായി വീണ്ടും ജനിച്ച ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അവൻ വീണുപോയേക്കാം, അവന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം, അവൻ പാപം ചെയ്തേക്കാം. എന്നാൽ അവൻ പാപത്തിൽ തുടർന്ന് ജീവിക്കുകയില്ല. അതായത് പാപം ചെയ്ത ഒരു വ്യക്തി, പാപത്തിൽ വീണുപോയ ഒരു വ്യക്തിക്ക് ആ പാപത്തിൽ തുടർമാനമായി ജീവിക്കാൻ സാധിക്കുകയില്ല. ഇത് ഞാൻ പറയുമ്പോൾ എന്നോട് പല ആളുകൾ ചോദിക്കാറുണ്ട്, പല ആളുകളും ഹാബിച്വൽ സിന്നുള്ള ആളുകളാണല്ലോ. അതായത് സ്വഭാവപരമായി പാപത്തിൽ തുടരുന്ന അവർക്ക് യാതൊരു ലജ്ജയും അതേക്കുറിച്ചില്ല. അപ്പൊ ദിസ് ഓർ ദാറ്റ് ഇങ്ങനെ പറയാറുണ്ട്. അതെങ്ങനെയാണ്? ഇവിടെ പറയുന്ന വിഷയം ഹാബിച്വൽ ഒഫൻഡർ ഓഫ് ഗോഡ്സ് വേർഡ് ആൻഡ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വീണ്ടും ജന്മം പ്രാപിച്ച ദൈവപൈതലിന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അതായത് റിയലി ബോൺ അഗെയിൻ പേഴ്സൺ ഡു നോട്ട് ഹാവ് എ ഹാബിച്വൽ സിൻ. അവൻ പാപത്തിൽ നിരന്തരമായി തുടരുകയില്ല. അതാണ് 1 യോഹന്നാൻ 3:9 5:18 യോഹന്നാൻ പറയുന്നത്. ഹി ദാറ്റ് ഈസ് ബോൺ ഓഫ് ദ ഫാദർ ഡസ് നോട്ട് കണ്ടിന്യൂ ഇൻ സിൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപത്തിൽ തുടരുന്നില്ല. 2, യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവവേദൽ ലോകത്തെ ജയിച്ച് ജീവിക്കുന്നവനാണ്. അതെന്താണ് ഈ വിക്ടറി ഓവർ ദ വേൾഡ്, ലോകത്തെ ജയിച്ച ജയം? ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് യോഹന്നാൻ പറയുന്നു. വാസ്തവത്തില് do not love the systems and value of this world that has abandoned the value system of God as found in the word of God. അതായത് ദൈവികമായ കാര്യങ്ങളിൽ ദൈവം നൽകിയിട്ടുള്ള മുൻഗണനകളും അതിന്റെ വിലയും മൂല്യവും ഉപേക്ഷിച്ചിട്ട്
ലൗകികമായ സംവിധാനങ്ങൾ, ഈ ലോകത്തിന്റെ സമ്പ്രദായങ്ങൾ, ഈ സമ്പ്രദായങ്ങളെ എന്ത് ചെയ്തത്? സ്നേഹിക്കരുത്. നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നില്ല എന്നല്ല, മറിച്ച് ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ സമ്പ്രദായങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നില്ല. അവിടെയാണ് ഒരു വേർപാട് എന്ന് പറയുന്ന അനുഭവത്തിന്റെ ശരിയായ അർത്ഥം നമുക്ക് വാസ്തവത്തിൽ നിബന്ധിപ്പിക്കുവാനായിട്ട് സാധിക്കുക. ഒരു ബ്രദറുകാരനാണ് അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്തുകാരനാണ് എന്ന് പറഞ്ഞതിനേക്കാൾ വാസ്തവത്തില് I do not love the systems of this world which does not value the word of God. ദൈവവചനത്തിന് വില കൽപ്പിക്കാത്ത ലോകത്തിന്റെ സമ്പ്രദായങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, വിലമതിക്കുന്നില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥ ലോകത്തെ ജയിക്കുന്ന ജീവിതം. അപ്പൊ രക്ഷിക്കപ്പെട്ട വ്യക്തി ലോകത്തിന്റെ പാപ വ്യവസ്ഥകളിന്മേൽ ജയാളിയായി ജീവിക്കുന്നവനായിരിക്കും, തോൽവിയിൽ ജീവിക്കുന്നവൻ ആയിരിക്കില്ല. അതാണ് രക്ഷിക്കപ്പെട്ടതിന്റെ രണ്ടാമത്തെ അടയാളം. അവന്റെ ജീവിതത്തില് പരാജയങ്ങളുണ്ടാവാം, പക്ഷെ അവരെപ്പോഴും ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിനും മൂല്യം കൽപ്പിച്ച് വളരെ സന്തോഷകരമായി ജീവിക്കും. 3, ഹി കീപ്സ് ഹിംസെൽഫ് സേഫ്. അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he always keep a distance from every appearances of evil. തിന്മയുടെ എല്ലാ വശങ്ങളിൽ നിന്നും, ദോഷത്തിന്റെ എല്ലാ വശങ്ങളിൽ നിന്നും തന്നെത്താൻ അകറ്റി സൂക്ഷിക്കുന്നവനാണ്. 1-ാം സങ്കീർത്തനമാണ് അതിന്റെ വ്യാഖ്യാനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാ പറയുന്നത്. ഹി കീപ്സ് ഹിംസെൽഫ് എവേ ഫ്രം ഈവിൾ. എല്ലാ തിന്മയിൽ നിന്നും അവൻ തന്നെ താൻ അകറ്റി സൂക്ഷിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു ദൈവം, ഞാൻ am I really born again, ഞാൻ ശരിയായി വീണ്ടും ജന്മം പ്രാപിച്ചയാളാണോ എങ്ങനെയും നിശ്ചയമായും എനിക്ക് പാപത്തിൽ തുടരാൻ സാധിക്കുകയില്ല. പാപം അവന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചേക്കാം, പക്ഷേ അങ്ങനെ വന്നു ഭവിച്ചാൽ അതവനെ നന്നായി വിഷമിപ്പിക്കുകയും അവൻ ആ പാപത്തെ ദൈവസ്ഥനിൽ ഏറ്റുപറയുകയും മേലാൽ ആ പാപത്തിൽ തുടരാതെ ദൈവത്തിന്റെ വിശുദ്ധിയിൽ തന്റെ ജീവിതം കെട്ടിപ്പടുകയും ചെയ്യും. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ ലോകത്തെ ജയിക്കുന്നവനാണ്. ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ലോകത്തിന്റെ സമ്പ്രദായങ്ങളോട് ദൈവത്തെക്കാളും ദൈവത്തെക്കാളും വലിയ വില അവന് കാണുകയില്ല, വലിയ സ്നേഹവും ഉണ്ടാകുകയില്ല. 3 യോഹന്നാൻ 5:12 പറയുന്നത് എന്താണ് പറയുന്നത് അറിയാമോ? അവിടെ പറയുന്നത് അവൻ സകല ദോഷങ്ങളിൽ നിന്നും തന്നെത്താൻ അകറ്റി സൂക്ഷിക്കുന്നു. ഒരുപാട് ദോഷങ്ങൾ നമുക്ക് ചുറ്റുപാടുമായിട്ടുണ്ട്. ദോഷൈക കൂട്ടുകെട്ടുകളുണ്ട്, ദോഷം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ തന്നെത്താൻ അകലെ തന്നെ സൂക്ഷിക്കുന്നു. 4, അവൻ മറ്റു ദൈവത്തിൽ ജനിച്ചവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ 3:14-15. 4-ാമത്തെ അടയാളം അതാണ്. Everyone who is born of the Father, he loves those who are born of the Father. ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ സ്നേഹിക്കുന്നു. നമുക്ക് വാസ്തവത്തില് അന്യോന്യ സ്നേഹമുണ്ട്. അപ്പൊ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷിക്കപ്പെട്ട ദൈവമേ തന്നെ അന്യനായി കാണാൻ അവന് സാധിക്കത്തില്ല. ഉപദേശപരമായിട്ടുള്ള സ്ലൈറ്റ് വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ അതൊരിക്കലും ഒരു ദൈവപൈതൽ എന്ന നിലയിൽ അവനെ അംഗീകരിക്കുന്ന ഒരു ഹിൻഡ്രൻസ് ആയിരിക്കാൻ പാടില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു. അത് രക്ഷിക്കപ്പെട്ടവന്റെ 4-ാമത്തെ അടയാളമാണ്. അത് മാത്രമല്ല യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ അടയാളവുമാണ്. കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നിന്ന് ജനിച്ചവരെയും സ്നേഹിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ സ്നേഹിക്കുന്നു. കാരണം അവരെല്ലാം ദൈവത്തിന്റെ ഭവനത്തിന്റെ അംഗങ്ങളാണ്. നമ്മുടെയൊക്കെ നിഘണ്ടുവിൽ നമ്മൾ നിൽക്കുന്ന സ്വഭാവഭാഗക്കാരെയാണ് നമ്മൾ ആദ്യം സ്വർഗത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. പിന്നീട് പലർക്കും ഔദാര്യമായിട്ട് വന്നെത്താൻ ഭാഗ്യമുണ്ടെങ്കിൽ എന്ന് മാത്രമേ കരുതാറുള്ളൂ. അങ്ങനെയല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരും. ഇപ്പൊ യേശുവിനെ വിശ്വസിക്കുന്നവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ എന്നൊരാൾ ചോദിച്ചു. യേശുവിനെ വിശ്വസിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ടവരല്ല. കാര്യം യേശുവിനെ വിശ്വസിക്കുന്ന പിശാചും വിശ്വസിക്കുന്നുണ്ടല്ലോ. കാരണം പിശാച് യേശുവിനെ കണ്ടിട്ട് അവൻ നീ ദാവീദ് പുത്രൻ ആണ് എങ്കിൽ എന്നല്ലോ പറയുന്നത്. അപ്പൊ അവരെ യേശു എന്ന് വിശ്വസിക്കുന്നുണ്ട്. യേശുവിനെ വിശ്വസിക്കുന്നവരല്ല രക്ഷിക്കപ്പെടുന്നത്. യേശു ക്രിസ്തുവിൻ പുനരുദ്ധാനം ഈ കാര്യങ്ങൾ
വിശ്വസിക്കുന്ന ആളുകളാണ് വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക. വിശ്വസിച്ചാൽ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. ആ കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു, എന്റെ രക്ഷയ്ക്കായി ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ വാസ്തവത്തില് അവൻ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. 5, അവര് ദൈവസേനയിൽ 1 യോഹന്നാൻ 2:29 രക്ഷിക്കപ്പെട്ട വിശ്വാസി രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ 5ാമത്തെ അടയാളം ഈ ലീവ് റൈറ്റസ്ലി, യോഗ്യമായ നിലയിൽ നീതിബോധത്തോടുകൂടെ നീതിമാന്മാരായി അവർ ജീവിക്കുന്നു. അവർ തന്നെത്താൻ നീതിക്കല്ല. എങ്ങനെയാണ്? ശരിയായ ചിന്ത, അവരുടെ മനോമണ്ഡലത്തിലെ ചിന്ത, ശരിയായ ചിന്ത, ശരിയായ ജീവിതശൈലി, ശരിയായ ബന്ധങ്ങൾ, ശരിയായ സ്വഭാവങ്ങൾ, അതും ദൈവവചനപ്രകാരമുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവവചനപ്രകാരമുള്ള ചിന്ത, ദൈവവചനപ്രകാരമുള്ള ജീവിതം, ദൈവവചനപ്രകാരമുള്ള ബന്ധങ്ങൾ, ദൈവവചനപ്രകാരമുള്ള സ്വഭാവങ്ങൾ. ഇത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന്റെ ജീവിതത്തിന്റെ രക്ഷയുടെ അടയാളമാണ്. താൻ രക്ഷിക്കപ്പെട്ടു എന്നിരിക്കുന്നതിന്റെ അടയാളമാണ്. ഇനിയും റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നിന്ന് ഒന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അപ്പൊ വീഡിയോ വളരെ പരിമിത ഒതുക്കമുള്ളതായിരിക്കും. ഹി തിങ്ക് സ്പിരിച്വലി, അവൻ ആത്മീകമായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ചിന്തിക്കുന്നു. റോമർ 8:5 ആത്മീകനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. മനസ്സിലായോ? അവൻ ആത്മീകമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഫോർ ദോസ് ഹു ലിവ് അക്കോർഡിംഗ് ദ ഫ്ലഷ് സെറ്റ് ദെയർ മൈൻഡ്സ് ഇൻ ദ തിങ്സ് ഓഫ് ദ ഫ്ലഷ്. ജഡപ്രകാരം ജീവിക്കുന്നവർ തങ്ങളുടെ മനസ്സിനെ എന്ത് ചെയ്യുന്നു? ജഡപ്രകാരം ചിന്തിക്കുന്നു. But those who live according to the spirit, the things of the spirit, അതായത് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ജഡപ്രകാരമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ ആത്മാവിന് അനുസൃതമായത് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പറയുന്നതിന്റെ അർത്ഥം എന്നറിയാവോ? അവിടെ പൗലോസിനെ പറയാണ്, നമ്മൾ വാസ്തവത്തില് ഈ ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോൾ ആവിയാർ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് പൗലൂസ് ചില കാര്യങ്ങൾ അവിടെ എണ്ണമിട്ട് പറയുന്നുണ്ട്. അവിടെ വളരെ വ്യക്തമായി ഒരു ദൈവവേദന്റെ ചിന്ത ഏതെല്ലാം കാര്യങ്ങളിലായിരിക്കണം. ഉത്തമമായതിൽ, ശ്രേഷ്ഠമായതിൽ, സത്യമായത്, കനമായത്, നീതിയായത്, നിർമ്മലമായത്, സദ്ഗുണമോ പുകഴ്ചയായത്, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത, രക്ഷിക്കപ്പെട്ട ചിന്ത. അപ്പൊ ഒരാൾ ശരിയായി രക്ഷിക്കപ്പെട്ടാന്ന് പറഞ്ഞാൽ അവൻ സത്യമായതൊക്കെയും കനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽഗുണമോ പുകഴ്ചയായതൊക്കെയും ചിന്തിക്കും. അവന്റെ മനസ്സിനകത്ത് അതാണ് കിടക്കുന്നത്. അല്ലാതെ അയൽവക്കക്കാരന് ദോഷം ചെയ്യുക, കൂട്ടുസുഖമെന്ന് പാരവയ്ക്കുക, പിന്നെ നുണ പറയുക, വ്യാജം പ്രചരിപ്പിക്കുക, ഇതൊന്നും അല്ല അവരുടെ സ്വഭാവം. 6 ലക്ഷണങ്ങളാണ് ഒരാൾ ശരിയായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിലേക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതിൽ 5 യോഹന്നാൻ 1-ാം ലേഖനത്തിലാണ്. 1, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവൻ പാപത്തിൽ തുടർ ജീവിതം ചെയ്യുന്നില്ല. അവന് പാപത്തിൽ തുടർന്ന് ജീവിക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അത് അവനെ പാപ ജീവിതത്തിൽ ജീവിക്കാൻ അനുവദിക്കുകയില്ല. 2, അവൻ ലോകത്തെ ജയിച്ച് ഉള്ള ജയാളിയായ ജീവിതം നയിക്കുന്നു. 3, അവൻ ദുഷ്ടതയിൽ നിന്ന് തന്നെത്താൻ അകറ്റി സൂക്ഷിക്കുന്നു. 4, ദൈവത്തിൽ ജനിച്ചവരെ എല്ലാവരെയും അവൻ സ്നേഹിക്കുന്നു. 5, അവൻ യോഗ്യമായി നടക്കുന്നു, അല്ലെങ്കിൽ നീതിബോധത്തോടെ നടക്കുന്നു. 6, അവൻ ആത്മീയമായത് ചിന്തിക്കുകയും ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നു. നമ്മൾ അങ്ങനെയാണോ ഈ പറയപ്പെട്ട നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കും? അത് നമ്മൾ ശരിയായി രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങളാണ്. അപ്പൊ നമ്മൾ അന്യോന്യം കുറ്റം വഹിക്കേണ്ട. അവൻ രക്ഷിക്കപ്പെട്ടാണോ, ഇവൻ രക്ഷിക്കപ്പെട്ടാണോ, ഞാൻ രക്ഷിക്കപ്പെട്ടാണോ എന്ന് ചിന്തിക്കേണ്ട. ഈ പറയപ്പെട്ട 6 ഗുണങ്ങൾ ഇവനിൽ കാണുന്നുണ്ടോ ചിന്തിക്കുക. അവൻ പാപത്തിൽ തുടരുന്ന ജീവിതം ഇല്ലാത്തവനായിരിക്കുക എന്ന് പറഞ്ഞാൽ പാപം ഒരിക്കലും ചെയ്തു പോകുന്നില്ല എന്നല്ല, പാപത്തിൽ തുടർ ജീവിതം ഇല്ലാത്തവനായിരിക്കുക. ലോകത്തെ അതിന്റെ സമ്പ്രദായങ്ങളുടെ മേൽ ജയോത്സവമായി ജീവിക്കുക, അതിന് മീതെ ജയാളികളായി ജീവിക്കുക. ദുഷ്ടതയിൽ നിന്ന് തന്നെത്താൻ അകറ്റി സൂക്ഷിക്കുക. 4, മറ്റുള്ളവരെ സ്നേഹിക്കുക, അതായത് ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ സ്നേഹിക്കുക. 5, നീതിയോടെ ജീവിക്കുക. 6, ആത്മീയമായത് ചിന്തിക്കുക. ഈ പറയപ്പെട്ട ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ യു ആർ റിയലി എ ബോൺ അഗെയിൻ പേഴ്സൺ എന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തീരുമാനിക്കാൻ സാധിക്കും. അതിൽ പിന്നെ ഭയവും സംശയവും ആവശ്യമില്ല. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.